ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: റിപ്പബ്ലിക് എന്നാൽ എന്താണ്? റിപ്പബ്ലിക് എന്നാൽ എന്താണ്? ഉത്തരം ഇതാണ്: ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഭരണത്തലവൻ ആയിട്ടുള്ള രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം: ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഭരണത്തലവനായിട്ടുള്ള രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ശരിയായ ഉത്തരം സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിൻഹയാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം: ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? ഉത്തരം ഷാജഹാൻ ചക്രവർത്തി. ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ഷാജഹാൻ ചക്രവർത്തിയാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ശരിയായ ഉത്തരം സ്വിറ്റ്സർലൻഡാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. അടുത്ത ചോദ്യം: ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ്? ശരിയായ ഉത്തരം ഗ്രീസ് ആണ്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമാണ് ഗ്രീസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത്? റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? ഉത്തരം ഇതാണ് റെസ് പബ്ലിക്ക. ഇതാണ് റെസ് പബ്ലിക്ക. അടുത്ത ചോദ്യം: ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ്? ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ്? ശരിയായ ഉത്തരം സാൻ മരീനോ. ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക്കാണ് സാൻ മരീനോ. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം ഇതാണ് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ഉത്തരം ജനഗണമനയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാനെടുക്കുന്ന സമയം. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാനെടുക്കുന്ന സമയം. ഉത്തരം 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാനെടുക്കുന്ന സമയം 52 സെക്കൻഡാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്? എങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടി ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ബാക്കി ചോദ്യങ്ങൾ നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? ഉത്തരം ഇതാണ് ന്യൂഡൽഹി. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ന്യൂഡൽഹി ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമേത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമേതാണ്? ശരിയായ ഉത്തരം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. റിപ്പബ്ലിക് എന്ന ആശയം
ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? ഉത്തരം ഇതാണ്, ഫ്രാൻസ്. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷമായ 1947 മുതൽ 1950 വരെയുള്ള കാലയളവിൽ ആരായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷമായ 1947 മുതൽ 1950 വരെയുള്ള കാലയളവിൽ ആരായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ? ഉത്തരം ജോർജ് നാലാമനാണ്. ആരാണ്? ജോർജ് നാലാമനാണ് 1947 മുതൽ 1950 വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ ഭരണത്തലവൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ മുദ്ര. ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ്? സിംഹമുദ്രയാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര. അടുത്ത ചോദ്യം ഇതാണ്, ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏത്? ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏതാണ്? ഉത്തരം ഇതാണ്, 1950 ജനുവരി 24. 1950 ജനുവരി 24 ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്. ശരിയായിട്ടുള്ള ഉത്തരം നൗറു ആണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്കാണ് നൗറു. റിപ്പബ്ലിക് ദിനത്തിന് സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഉത്തരം ഗവർണറാണ്. റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്ന വ്യക്തി ഗവർണറാണ്. സാരേ ജഹാം സേ അച്ഛ എന്ന ഗാനം രചിച്ചത് ആര്? സാരേ ജഹാം സേ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാലാണ്. സാരേ ജഹാം സേ അച്ഛ എന്ന ഗാനം രചിച്ചിരിക്കുന്നത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഏതാണ്? ഉത്തരം ഇതാണ്, മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം മുംബൈയാണ്. അടുത്ത ചോദ്യം ഇതാണ്, ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡാണ് ഉത്തരം. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യയാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിംഗലി വെങ്കയ്യ. അടുത്ത ചോദ്യമാണ്, ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പക്ഷി. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? ശരിയായ ഉത്തരം മയിലാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി നോക്കിക്കോളൂ, നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആർക്കൊക്കെ ഈ ഒരു ഉത്തരം അറിയാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.
അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കിനി ഏത് വീഡിയോ ആണ് ആവശ്യമെന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.